ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നന്ദി ഗൈസ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ഇറങ്ങാൻ പോണത് അപ്പോൾ നമ്മുടെ ഫാക്ടറിയിൽ, അതായത് 4 vs 4 3 മാപ്പാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ മാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി കുറച്ച് പരിപാടി സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേ ഓൺ ചെയ്യുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പ്ലേ ഓൺ ചെയ്യാൻ പോകുന്നു ഗൈസ്. ബാക്കി എല്ലാ കാര്യം നമുക്ക് വഴിയെ പറയാം ഗൈസ്. ഇപ്പോൾ പ്ലേ സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. അപ്പം സ്റ്റാർട്ടാവട്ടെ ഗൈസ്. എല്ലാത്തിനും തലയടിച്ച് വിളിക്കണം എല്ലാത്തിനും ഗൈസ്. നമ്മളപ്പോൾ തന്നെ സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് P90 കിട്ടിയിട്ടുണ്ട്. P90 നമ്മൾ റഷ് ചെയ്ത് കൊണ്ടുപോയി ഗൈസ്. നമ്മളപ്പോൾ മറ്റേ ഇത് ടാങ്കറിനുള്ളിൽ കൂടെ നമ്മൾ ഞരടിയൊക്കെ പോയി കൊടുത്തപ്പോൾ തന്നെ ഒരു എനിമി ഉണ്ടായിരുന്നു ഗൈസ്. വെറുതെ അടിച്ച് നോക്കി വെറുതെ ഗൈസ്. അപ്പോൾ തന്നെ നമ്മൾ എത്തിപ്പിടിച്ചെടുത്ത് അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ തന്നെ മാറി കൊടുക്കണം. അത് അല്ലെങ്കിൽ നമ്മളെ HP കാണില്ല ഗൈസ്. അപ്പോൾ തന്നെ നമ്മളെ ഉറക്കി കളയും നമ്മളായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറാം, ബുദ്ധിമുട്ട് കളിക്കണം. അപ്പോൾ തന്നെ ഏറിട്ടും വന്ന് നമ്മൾ അടിച്ചിടാൻ നോക്കാണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മാക്സിമം നോക്കി, പക്ഷെ പറ്റിയില്ല ഗൈസ്. അപ്പോൾ തന്നെ നമ്മൾ വന്ന് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്നും കൂടി റീജനറേറ്റായി നമ്മൾ പിന്നെയും പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ മറ്റേ ഇരുമ്പിൻ്റെ കൂടാറില്ല, അതിൻ്റെ കൂടെ പോകണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ തന്നെ നമ്മൾ വേറൊരുത്തം പുറകിൽ നിന്ന് അല്ല ഫ്രണ്ടിൽ നിന്നൊക്കെ അടിക്കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റാണെങ്കിൽ വേറൊരുത്തൻ അടിക്കണ്ടായിരുന്നു. അപ്പോൾ അവന് വേണ്ടി സപ്പോർട്ട് പിന്നെ അടിച്ചു കൊടുത്ത് ഗൈസ്. അപ്പോൾ തന്നെ വേറൊരുത്തൻ രണ്ടാമത്തെ ടീമി ഉണ്ടായിരുന്നു, അവനെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരുത്തനായിട്ട് വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് അവന്മാരെ പിന്നെ ആയിക്കോട്ടെ. എനിക്ക് വേണ്ട, അവൻ വേറൊരുത്തനാണ്. ഇതിൻ്റെ ഇടയിൽ കിടന്ന് അടിക്കുന്ന ഒരുത്തനുണ്ട്. അതായത് ഒരു പെണ്ണുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തൻ കൊണ്ട് അത് അവൻ്റെ കാമുകയാണ് സംശയമുണ്ട് കേസ്. അപ്പോൾ അവൻ എനിക്ക് വേണം, അവൻ വന്ന് ഓങ്ങി അടിച്ച് തിരുത്തി കളഞ്ഞു കേസ്. അപ്പോൾ അവനെ തുരത്താനായിട്ട് നമ്മൾ പോകണം കേസ്. അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ടാങ്ക് മറ്റേ ഇരുമ്പ് വാട്ടർ ഉള്ളിൽ കൂടെയൊക്കെ പോയി നമ്മൾ വെറുതെ കയറി പോയിട്ടുണ്ട് കേസ്. അപ്പോൾ പിന്നെ വേറൊരുത്തൻ അവിടെ സൈഡിൽ പോയിട്ട് അവൻ അടിച്ചിട്ട് കേസ്. അപ്പോൾ തന്നെ വേറൊരുത്തൻ ബോംബൊക്കെ വലിച്ചെറിയും നമ്മളെ കൊല്ലാൻ വേണ്ടി. എവിടെ നമ്മൾ ജാഗമൊന്നുമില്ലെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ടീമേറ്റാണെങ്കിൽ വലിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ കില്ലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കഴിച്ച് നമുക്ക് 10-9 കഴിച്ച്. അപ്പോൾ മേളിലൊരു പെണ്ണുമ്പിള്ളയൊക്കെ അടിക്കേണ്ടായിരുന്നു. അപ്പോൾ അവളെ അങ്ങ് അടിച്ചിട്ട് അപ്പോൾ തന്നെ സൈഡിൽ വേറൊരു പെണ്ണുമ്പിള്ള ഉണ്ടായിരുന്നു, അവളെ അടിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒപ്പത്തിന് വീരസിംഹ റെഡ്ഡി അവൻ്റെ കാമുകയാന്ന് വന്ന് അവളെ അടിച്ചിട്ട് അപ്പോൾ വേറൊരു തമ്മന്ന് കയറിയാണ് കേസ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു കേസ്. അപ്പം അവൻ്റെ പേരെന്താണ്, സൊപ്പ ബ്രോഡോ. അപ്പോൾ വേറെ പേരൊക്കെയാണ് കേസ്. അപ്പോൾ നമ്മൾ പിന്നെ റീജനറേറ്റായി പിന്നെയും വന്ന് കേസ്. അപ്പോൾ പയ്യെ നമ്മൾ പോയി പിന്നെയും നമുക്ക് സെറ്റാക്കാമെന്നും പറഞ്ഞ് നമ്മൾ റെഡിയായി വന്നെയാണ് കേസ്. അപ്പോൾ 14-14 15 കേസ്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും വിട്ടടിക്കണം. അപ്പോൾ നമുക്ക് പയ്യെ കയറി വരാൻ നേരത്ത് വേറൊരു പെണ്ണുമ്പോൾ വന്ന് ഒറ്റ അടി ഉറങ്ങിപ്പോയി കേസ്. അതാകുമ്പോൾ പിന്നെ നമ്മൾ റീജനറേറ്റ് വാശിക്ക് നിറഞ്ഞ് എഴുതിയിട്ട് കേസ്. അപ്പം നമുക്ക് ഇനി ഇടിക്കുമെന്ന് സോറി കേസ്, ഇനി ഇടിക്കുമെന്നില്ല കേസ്. അപ്പോൾ വരാൻ പറയാനുള്ളത് എനിക്ക് പിന്നെ നമ്മൾ അടിക്കും, അത്രയുള്ള കേസ്.